പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരവും ക്രിയാത്മകവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റബ്ബർ വിലത്തകർച്ച പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ടുവെന്നും റബ്ബർ കർഷകർക്കായി പൊതുപദ്ധതി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച അങ്ങേയറ്റം സൗഹൃദപരമായ ഒന്നായിരുന്നു. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, റബ്ബറിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണം. ഒരു മിനിമം വില ഇത്രയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കണം. ആ വിലയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആ റബ്ബർ സംഭരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനവും കൂടി ഒരു പൊതു പദ്ധതി തയ്യാറാക്കണം. അതിനോടും തത്വത്തിൽ അദ്ദേഹം യോജിക്കുകയാണുണ്ടായത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. കണ്ണൂർ പയ്യാവൂരിൽ 5 കുട്ടികൾ പുഴയിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. പയ്യാവൂരിനടുത്ത് ഇവിടെയുള്ള കുട്ടികളടക്കം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ പോയി പുഴയിലിറങ്ങി അതിലൊരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 5 കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള നടപടികൾ എന്താണെന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കുകയും ചെയ്യും. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴിഞ്ഞ സർക്കാർ അഴിമതി നടത്താനായി തുടങ്ങിയ വെള്ളാനയാണ്. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഭക്തരുമായും സംഘടനകളുമായും സമവായത്തിലെത്തി ഉചിതമായ തീരുമാനമെടുക്കും. ഒരു ക്ഷേത്രത്തിൽ മാത്രം സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തതിനോട് യോജിപ്പില്ലെന്നും കടകംപള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിലെ എല്ലാ നിയമനങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷൻ വിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. യഥാർത്ഥത്തിൽ അതൊരു പുതിയ തീരുമാനമല്ല. LDFൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ എടുത്ത തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ പുതിയ ഗവൺമെൻറ് തയ്യാറായില്ല. പുതിയ ഗവൺമെൻറ് എന്തിലും ഏതിലും അഴിമതിയുടെ ഒരു അംശം കാണുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകാതെ അവർ ചെയ്തത് ഒരു വെള്ളാനിയെ സൃഷ്ടിക്കുകയായിരുന്നു. അമ്പലത്തിൽ പോകുന്നതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ. അപ്പോൾ അവർക്ക് ഒരു അമ്പലം മാത്രം അവർക്ക് തുറന്നു കൊടുക്കാതിരിക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല. പക്ഷേ അത് ഒരു സമവായത്തിലൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഭക്തരുമായിട്ടും എല്ലാ വിഭാഗവുമായിട്ട് അക്കാര്യം ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയും. കണ്ണൂർ പയ്യാവൂരിൽ 5 കുട്ടികൾ മുങ്ങി മരിച്ചു. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. രക്ഷപ്പെട്ട ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നു. ജോഷില, വിശദാംശങ്ങൾ. അരുൺ, പയ്യാവൂർ ചമതച്ചാൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 5 കുട്ടികളാണ് മുങ്ങി മരിച്ചത്. 6 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെട്ട അമൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകട നില തരണം ചെയ്തു. ഇപ്പോൾ നോർമലായ അവസ്ഥയിലാണുള്ളത്. ഒരു പെൺകുട്ടിയടക്കം 5 പേരാണ് മരിച്ചത്. ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയ സർജൻ ഷീജ ദമ്പതികളുടെ മക്കൾ ഒറീജ, സഫാൻ എന്നിവരും ജോസ് അനിത ദമ്പതികളുടെ മക്കൾ അഖിൽ ജോസ്, അയാൻ ജോസ് എന്നിവരും ബിനോയ് മിനി ദമ്പതികളുടെ മകൻ മാണിക് ബിനോയ് എന്നിവരാണ് മരിച്ചത്. അമലിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10,000 രൂപയും പിന്നീട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് മറ്റ് സഹായധനം നൽകുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പരിയാരം മെഡിക്കൽ കോളേജിൽ മൃതശരീരങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു സംഭവിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ, മന്ത്രിമാരായ EPJ രാജൻ, KK ശൈലജ ടീച്ചർ, MP PK ശ്രീമതി, മന്ത്രിയായ E ചന്ദ്രശേഖരൻ എന്നിവരും മൃതദേഹങ്ങൾ കണ്ട് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. അരുൺ, PV ജോഷില വിവരങ്ങൾ നൽകിയത്. ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത ട്രിബ്യൂണൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ വിധിയോട് വിയോജിപ്പില്ലെന്ന് ഗതാഗത മന്ത്രി. എന്നാൽ പ്രായോഗിക തലത്തിലെ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനായി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമ ഉപദേശം തേടിയിട്ടുണ്ട്. യാത്രാക്കൂലി കൂട്ടുന്നത് ആലോചനയിലില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മറ്റൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഗവൺമെൻറ്റിനില്ല. എന്നാൽ ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ചില പ്രതിസന്ധിയുണ്ട്. അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നതിൽ മാത്രമാണ് ഞങ്ങളെ ശ്രദ്ധ. അല്ലാതെ ഒരിക്കലും ഈ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഉദ്ദേശശുദ്ധിയോട് ഗവൺമെൻറ്റിന് ഒരു വിയോജിപ്പുമില്ല.
10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെ ഗതാഗതവും രജിസ്ട്രേഷനും നിരോധിച്ച ഹരിത ട്രിബ്യൂണലിന്റെ വിധി കയ്യടിക്ക് വേണ്ടിയുള്ളതെന്ന് മന്ത്രി തോമസ് ഐസക്. വിധി സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ്. വാഹനങ്ങൾ നിരോധിക്കുകയല്ല, പുനരുപയോഗിക്കുകയാണ് വേണ്ടത്. വിധി പൊതുഗതാഗത സംവിധാനത്തെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി പീപ്പിൾ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരനുമായി നടത്തിയ അന്യോന്യം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിത ട്രിബ്യൂണലിൻ്റെ സർക്യൂട്ട് കോർട്ടിൽ നിന്ന് ഇങ്ങനൊരു വിധി വന്നത് എന്നെ അത്ഭുതപ്പെടുന്നു. ഇത് ഏറ്റവും പരിസ്ഥിതി വിരുദ്ധ വിധിയാണ്. എങ്ങനെ അത് പറയാൻ പറ്റും? ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്നല്ലേ? പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന് റീയൂസ് ആണ്, ത്രോവേ അല്ല. നൗ റീയൂസ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ പഴയ എഞ്ചിനാണെങ്കിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡും മറ്റും ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, ആ മലിനീകരണം നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അത് ഉറപ്പുവരുത്തേ വേണ്ടത്. അതല്ലാതെ 5 വർഷം കഴിയുമ്പോൾ വലിച്ചെറിയണമെന്ന് പറയലല്ല. കശുവണ്ടി കോർപ്പറേഷന്റെ ഫാക്ടറികൾ ഉടൻ തുറക്കുമെന്ന മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. കോർപ്പറേഷൻ നേരിട്ട് കശുവണ്ടി പരിപ്പ് കയറ്റുമതി ചെയ്യുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ഇന്നത്ര വേഗം തുറക്കും. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞു. ഇന്നലെയും മെനഞ്ഞാന്നുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചിട്ട് അതിൻ്റെ ബോർഡ് ഇന്ന് രാവിലെ ബോർഡ് കൂടുന്നുണ്ട്. ടെൻഡർ ചെയ്യുമെന്ന് വോട്ട് ചെയ്യുന്ന മുതലാളിമാരും അവിടെ ഇവിടെ എന്നുള്ള ആശങ്ക വേണ്ട. നിങ്ങൾ വളരെ സുതാര്യമായിരിക്കും ഏർപ്പാട്. വളരെ കൃത്യമായി നിങ്ങൾ നല്ല പ്രൈസിൽ കോമ്പറ്റീറ്റീവായി കോട്ട് ചെയ്തോളൂ. കോമ്പറ്റീറ്റീവായി കോട്ട് ചെയ്യുന്നവർക്ക് ഇവർ കൊടുക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണല്ലോ. അതല്ല പിന്നൊരു ചർച്ച, പിന്നൊരു നെഗോസിയേഷൻ, ഇത്തരം ഏർപ്പാടുകളൊന്നും നടക്കില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ടെൻഡറിൽ പങ്കെടുക്കണം. അത് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ കാലവിളംബം ഉണ്ടാവില്ല. പരിപ്പ് എക്സ്പോർട്ട് ചെയ്യും. ഇതുവരെ കാഷ്യൂ കോർപ്പറേഷൻ എക്സ്പോർട്ട് ചെയ്യുന്നു.